ഇന്നത്തെ ഇൻട്രാഡേ ലോയിൽ നിന്നും മാർക്കറ്റ് ശക്തമായ റിക്കവറി കാഴ്ചവെച്ചെങ്കിലും ഇൻഡെക്സ് 78 പോയിന്റ് ഇടിഞ്ഞ് 23,453 ക്ലോസിംഗ് നൽകി. ഇന്നത്തെ മാർക്കറ്റ് ബ്രെഡ്ത്ത് അല്ലെങ്കിൽ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോ പരിശോധിച്ചാൽ 1560ഓളം സ്റ്റോക്കുകൾ ബൈയിങ് സൈഡിലും 2361ഓളം സ്റ്റോക്കുകൾ സെല്ലിംഗ് സൈഡിലും ക്ലോസിംഗ് നൽകി. ഇന്ന് മാർക്കറ്റ് വളരെയധികം വോളറ്റൈലായിരുന്നു. ഇന്ത്യ വിക്സ് മാർക്കറ്റ് അവറിൽ 7% ഉയരുകയും പിന്നീട് 2.6% കൂൾ ഓഫ് ആവുകയും ചെയ്തു. ഇന്ന് പ്രധാനമായും IT സെക്ടറിലെ സ്റ്റോക്കുകളിലായിരുന്നു സെല്ലിംഗ് പ്രഷർ വന്നത്. IT ഇൻഡെക്സ് 2.32% ഇടിഞ്ഞു. ഡിസംബറിൽ ഫെഡ് റിസർവ് ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് നടത്തുമെന്നതുമായി ബന്ധപ്പെട്ട ആൻറ്റിസിപ്പേഷൻ്റെ പശ്ചാത്തലത്തിലായിരുന്നു IT സെക്ടറിലെ സ്റ്റോക്കുകളിൽ പ്രോഫിറ്റ് ബുക്കിംഗ് വന്നത്. കൂടാതെ മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഇന്ന് ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെക്കുകയും ചെയ്തു. അലൂമിനിയം, കോപ്പർ എന്നിവയുടെ കയറ്റുമതിയിൽ ചില നികുതി ഇളവുകൾ വരുത്താനുള്ള തീരുമാനത്തെ തുടർന്നാണ് മെറ്റൽ സെക്ടറിലെ സ്റ്റോക്കുകൾ ഡീസൻറ്റ് പെർഫോമൻസ് കാഴ്ചവെച്ചത്. ഇന്നത്തെ ദിവസവും ഓവറോൾ മാർക്കറ്റ് ഔട്ട്ലുക്ക് നോക്കുകയാണെങ്കിൽ മാർക്കറ്റ് വീക്കായിരുന്നു. ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് തുടർച്ചയായ സെല്ലിംഗ് തന്നെയാണ് നടത്തുന്നത്. ഇന്നും ഏകദേശം 2000 കോടി രൂപയ്ക്ക് മുകളിലുള്ള സെല്ലിംഗ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ ഇൻവെസ്റ്റേഴ്സ് നടത്തിയിട്ടുണ്ട്. വരും സമയങ്ങളിൽ മാർക്കറ്റ് 23,000 എന്ന ലെവൽ ടെസ്റ്റ് ചെയ്യാനുള്ള സാധ്യത വർദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ കമ്പനികളുടെ മോശം പെർഫോമൻസും ഇൻഫ്ലേഷൻ മൂലം രൂപയുടെ മൂല്യം ദുർബലമായതും മാർക്കറ്റിൻ്റെ സെൻറ്റിമെൻറ്റിനെ പ്രതികൂലമായി ബാധിക്കുകയും ചെയ്യുന്നുണ്ട്. ടെക്നിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ 23,350 ഒരു ഇൻവേർട്ടഡ് ഹാമർ രീതിയിലുള്ള ക്യാൻഡിൽ പാറ്റേൺ ഫോർമേഷൻ വന്നു കഴിഞ്ഞു. 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജിനടുത്ത് മാർക്കറ്റ് കൺസോൾഡേറ്റ് ചെയ്യുന്നു. 200 എക്സ്പൊണൻഷ്യൽ മൂവിംഗ് ആവറേജ് മാർക്കറ്റിൻ്റെ ഒരു പ്രധാന സപ്പോർട്ടമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. 23,800, 24,000 തുടങ്ങിയ റേഞ്ചുകളാണ് ഇൻഡെക്സിൻ്റെ പ്രധാന റെസിസ്റ്റൻസ്. കൂടാതെ നിഫ്റ്റിയുടെ RSI 43.26 ഇത് നിഫ്റ്റിയുടെ വീക്ക്നെസ്സിനെയാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. ഇനി ചില സ്റ്റോക്കുകളിൽ ട്രെൻഡ് റിവേഴ്സലിൻ്റെ സിഗ്നൽ വന്നു തുടങ്ങിയിട്ടുണ്ട്. ടെക്നിക്കലി ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്ന ഒരു സ്റ്റോക്കാണ് വാരി എനർജി ലിമിറ്റഡ്. വാരി എനർജിയുടെ ക്വാർട്ടർലി റിസൾട്ടിൻ്റെ പശ്ചാത്തലത്തിലാണ് ഇന്നത്തെ ദിവസം സ്റ്റോക്കിൽ ബൈയിങ് മൊമെൻറ്റം വന്നതും സ്റ്റോക്ക് 6% ഉയർന്നതും. 3,750 എന്ന റെക്കോർഡ് ലെവലിൽ നിന്നും വാരി എനർജി ലിമിറ്റഡ് എന്ന സ്റ്റോക്ക് കറക്റ്റ് ആവുകയും സ്റ്റോക്കിന് 2,750 സപ്പോർട്ട് ലഭിക്കുകയും ചെയ്തു. അവിടെ നിന്നും കഴിഞ്ഞ 4 ട്രേഡിംഗ് സെഷനിൽ സ്റ്റോക്ക് ട്രെൻഡ് റിവേഴ്സലിൻ്റെ സൂചനകളാണ് നൽകുന്നത്. ടെക്നിക്കലി സ്റ്റോക്കിൽ വന്ന ബിയറിഷ് ട്രെൻഡ് അവസാനിക്കുകയും ഇന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് ക്ലോസിംഗ് കാണാൻ സാധിക്കുകയും ചെയ്തു. 3,000 എന്ന ലെവലിന് മുകളിൽ വാരി എനർജി എന്ന സ്റ്റോക്ക് സസ്റ്റെയിൻ ചെയ്യുകയാണെങ്കിൽ 3,250, 3,500 തുടങ്ങിയ ലെവലുകളിലേക്ക് ഉയരാനുള്ള സാധ്യത കൂടുതലാണ്. അതുപോലെ തന്നെ ട്രെൻഡ് റിവേഴ്സൽ കാണാൻ സാധിക്കുന്ന മറ്റൊരു സ്റ്റോക്ക് മുത്തൂറ്റ് ഫിനാൻസ് ആണ്. മുത്തൂറ്റ് ഫിനാൻസ് ഇന്ന് 6.45% ഉയർന്ന് 1,890 ക്ലോസിംഗ് നൽകി. 75,000 കോടി രൂപയുടെ മാർക്കറ്റ് ക്യാപ്പുള്ള കമ്പനിയുടെ വാല്യൂഷൻ 16.22. മികച്ച ക്വാർട്ടർലി റിസൾട്ട് കൂടാതെ കമ്പനിയുടെ അസറ്റ് അണ്ടർ മാനേജ്മെൻറ്റ് 1,00,000 കോടി എന്ന മൈൽ സ്റ്റോൺ മറികടന്നത്, അതോടൊപ്പം തന്നെ ഗോൾഡ് ലോണിനുള്ള ശക്തമായ ഡിമാൻഡ്, ഇതാണ് മുത്തൂറ്റ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് ഔട്ട് പെർഫോം ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന കാരണം. സെൻട്രൽ ബാങ്കിൻ്റെ റെഗുലേഷൻ ടൈറ്റ് ആയതിനു ശേഷവും ഗോൾഡ് ലോണുകൾക്കുള്ള ഡിമാൻഡ് വർദ്ധിക്കുന്നത് തന്നെയാണ് മുത്തൂറ്റ് ഫിനാൻസ് എന്ന സ്റ്റോക്ക് പെർഫോം ചെയ്യുന്നതിന് പിന്നിലെ പ്രധാന കാരണമായി മാനേജ്മെൻറ്റും പറയുന്നത്. കമ്പനിയുടെ പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ ക്വാർട്ടർലി റിസൾട്ട് സെഷനിൽ പ്രോഫിറ്റിൽ 26% വർധനവുണ്ടായി. റവന്യൂ 35% ഇയർ ഓൺ ഇയറിൽ വർദ്ധിക്കുകയും ചെയ്തു. 1,250 കോടി രൂപയുടെ പ്രോഫിറ്റും 4,120 കോടി രൂപയുടെ റവന്യൂവുമാണ് കമ്പനി നേടിയത്. കൂടാതെ മുത്തൂറ്റ് ഫിനാൻസ് എന്ന കമ്പനിയുടെ ഫുള്ളി ഓൺഡ് സബ്സിഡറി കമ്പനിയായ മുത്തൂറ്റ് മണി എന്ന കമ്പനിയിൽ 500 കോടി രൂപയുടെ ഫണ്ട് ഇൻഫ്യൂഷനും മുത്തൂറ്റ് ഫിനാൻസ് എന്ന കമ്പനി നടത്തിയിട്ടുണ്ട്. സബ്സിഡറി കമ്പനിയെയും കമ്പനി സ്ട്രോങ് ആക്കി മാറ്റുകയാണ്. മുത്തൂറ്റ് ഫിനാൻസിൻ്റെ റൂറൽ ഏരിയയിൽ തന്നെയാണ് മികച്ച ഗോൾഡ് ലോൺ പെർഫോമൻസ് കമ്പനി നടത്തുന്നത്. കമ്പനിയുടെ ടോട്ടൽ 2/3 ഗോൾഡ് സ്റ്റോക്കും റൂറൽ ഏരിയയിലാണ് ഉള്ളത്. മുത്തൂറ്റ് ഫിനാൻസ് എന്ന സ്റ്റോക്കിനെയും ട്രെൻഡ് റിവേഴ്സൽ പോയിൻ്റ് ഓഫ് വ്യൂ നമ്മൾക്ക് ഫോക്കസ് ചെയ്യാവുന്നതാണ്. 2,750 നിന്നും സ്റ്റോക്ക് കറക്റ്റായി 1,800 എത്തുകയും
1800 നിന്നും ഒരു ട്രെൻഡ് റിവേഴ്സൽ സിഗ്നൽ വന്ന് സ്റ്റോക്ക് ഇപ്പോൾ 1900-നടുത്ത് ട്രേഡ് ചെയ്യുകയും ചെയ്യുന്നു. റീസെൻറ്റ് ലോ ആയ 1800-നടുത്ത് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ട് 2000-2100 പോലുള്ള ടാർഗറ്റ് മുത്തൂറ്റ് ഫിനാൻസ് എന്ന സ്റ്റോക്കിലും എയിം ചെയ്യാവുന്നതാണ്. വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക്